നമ്മുടെ കക്ഷിയല്ല. എന്നാടാ രാവിലെ തന്നെ കളക്ഷൻ എടുപ്പ് തുടങ്ങിയോ? ഹൊളിയ, നീ എപ്പം വന്ന്? ഞാൻ വന്നിട്ടൊരു 10-20 വർഷമായി. അല്ല, നീ എന്നെ ഇന്ന് നേരത്തെ? അല്ലെങ്കിൽ സാധാരണ ക്ലാസ്സും തുടങ്ങി അരമണിക്കൂറും കഴിഞ്ഞ് സാറിൻ്റെ തെറിയും കേട്ട് കയറി വരുന്നവനാ. ആരാണ് ഒരു ചേഞ്ചൊക്കെ ആഗ്രഹിക്കാത്തത്? അല്ലാതെ ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ടല്ല, മനസ്സിലാക്കിയല്ലേ കൊച്ചു കള്ളൻ. പിന്നെ എനിക്ക് നിന്നെ അറിയാത്തൊന്നും അല്ലല്ലോ. ഹായ്, ഇതേ എൻ്റെ അളിയൻ വന്ന്. എടാ ചിമിനെ, നിനക്ക് എന്നാ പറ്റിയടാ? നീ എന്നെ ഈ സമയത്തൊക്കെ കോളേജിൽ? എൻ്റെ ചെറുക്കൻ നന്നായോ? നന്നാവാനോ? ഇവനോ? ബെസ്റ്റ്. അതിനിവ രണ്ടാമത് ജനിക്കണം. എൻ്റെ പുനടാവ് ഇതൊന്നുമല്ല. ഇന്ന് ഫ്രഷേഴ്സ് ഡേ അല്ലേ, അതിൻ്റെ ഈ കിടന്ന് കാണിക്കുന്ന മൊത്തം. അതായിരുന്നു. ഞാനങ്ങ് പേടിച്ചുപോയി. മോനെ ജിമിനെ, ആവശ്യമില്ലാത്ത ശീലം ഒന്നും വേണ്ട കേട്ടോ. ഒന്ന് പോടാ പട്ടി. രാവിലെ തന്നെ രണ്ടും കൂടെ എന്നെ തിന്നാൻ നിന്നു. എന്നാണേലും മോൻ ഇത്രയും കഷ്ടപ്പെട്ട് നേരത്തെ വന്ന് നിന്നല്ലേ. ബാ, ക്ലാസ്സിൽ പോവാം. ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ. എടാ, നിനക്കൊക്കെ എന്നതാടാ? ഈ മെക്കാനിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെയാടാ പെണ്ണ്? ഞാൻ അവിടെ മര്യാദയ്ക്ക് എന്ന് വായി നോക്കുമല്ലായിരുന്നു. നീ ഒന്നും സമ്മതിക്കരുത് കേട്ടോ. വല്ല പെമ്പിള്ളയുടെ അടുത്തൊന്ന് 2 എണ്ണം കിട്ടുമ്പം ഇത് തന്നെ പറയണം. എന്നെ ഒന്നും നോക്കിയേക്കില്ലേ, ഞാൻ ആദ്യം ഓടും. എനിക്ക് വേല കണ്ട പെമ്പിള്ളയുടെ കയ്യിൽ തല്ലൊക്കെ മേടിക്കാൻ. നീ ഇവിടെ പട്ടി. എടാ, നീയൊക്കെ എന്നാ കൂട്ടുകാരനാടാ? എടാ, നിനക്ക് പെണ്ണുള്ള എൻ്റെ അഹങ്കാരമല്ലേടാ നീ കിടന്ന് കാണിക്കുന്നേ? എടാ ജിമിനെ, അവനുള്ളതും നിനക്കില്ലാത്തതുമായിട്ടുള്ളത് എന്നാ നിനക്കറിയാവോ? എന്നാ? പെണ്ണ്. പോട്ടെ മനസ്സിമനെ, ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ വിഷമല്ലേ ഉള്ളൂ, പിന്നെ ശീലമായിക്കോളും. പിന്നെ ഈ പറയുന്നതൊക്കെ ഏതാണ്ട് പെണ്ണുള്ള പോലെ. നോ, ഐ ആം സിഗ്മ. ഇതൊക്കെ കണ്ടാൽ മതി. ജിമനെ, ദേണ്ട്ര നിൻ്റെ കാലം വന്ന്. അല്ല, സാറ് വന്ന്. കാലമാടം പിന്നെയും വന്നു. സോ സ്റ്റുഡൻസ്, അങ്ങനെ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ എത്തിയിരിക്കുവാണ്. അപ്പോൾ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു പിള്ളേർ ഇനിയെങ്കിലും ഒന്ന് പഠിക്കണം. ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ട് 50 പേരുണ്ട്, അതിൽ 25 എണ്ണവും പൊട്ടും. നിങ്ങൾക്കോ നാണോ മാനോ ഇല്ല. എൻ്റെയും കൂടെ കളയില്ലേ. ഇവിടെയാണെങ്കിൽ ചിലതിന് പഠിക്കുന്ന കോഴ്സ് എന്നാന്ന് പോലും അറിയത്തില്ല. അത് നിനക്കിട്ടുള്ളതാണല്ലോ ജിമിനെ. ഈ ആളെ കൊണ്ട് ഇത് വലിയ തൊല്ലയായല്ലോ. എന്നാണേലും ഞാനിനി ഉപദേശിച്ച് സമയം കളയുന്നില്ല. എന്നാലും കാര്യമുള്ള കാര്യമല്ലല്ലോ. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ബുക്കുള്ളവർ അത് തുറന്നു വെച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരം. സർ, മേ ഐ കം ഇൻ? കിരൺ. സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്. സോ ജങ്കുക്ക്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സോ ഗൈസ്, ഐ ആം ജങ്കുക്ക്. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ടാണ്. പിന്നെ എല്ലാവരെയും വഴിയെ പരിചയപ്പെടാം. താൻ തേങ്ങിൻ്റെ അടുത്ത് പോയിരുന്നോ? ഓക്കെ സാർ. സമാധാനം. പണ്ടാരം കഴിഞ്ഞ് കിട്ടി. ഹായ് ജങ്കുക്ക്. താൻ എന്നാടോ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ക്ലാസ്സിലല്ലേ? എന്നാ ചാടയാടാ അവന്? ആദ്യമായിട്ട് വന്നതിൻ്റെ ആയിരിക്കും. നിങ്ങളൊന്ന് വരാവോ? എനിക്ക് എന്തോരം പണി ചെയ്യാനുണ്ടെന്നറിയാവോ? എന്നത് വായനോട്ടോ? എന്നെ അതൊരു പണിയല്ലേ? ജിമിനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. വല്ല പെമ്പിള്ളയുടെ ആങ്ങളമാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുമ്പം ദയവ് ചെയ്ത് നീ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് മാത്രം പറയില്ലേ. മേലാത്തോണ്ട തെണ്ടികൾ. കൂട്ടുകാരത്രേ കൂട്ടുകാർ. എടാ, നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ. പിന്നെ ദൈവത്തിന് ഇപ്പം അതല്ലേ പണി. ഞാൻ പോവാ, നീയൊക്കെ വേണേ വാ. ജിമിൻ അവിടെ ഒന്ന് നിന്നേ. ഈ വൃത്തികെട്ട സൗണ്ട് ഞാൻ എവിടെയോ. എടാ, അത് സാറാ. സാറയോ? എടാ കിഴങ്ങാ, സാറയല്ല സാറ്. പെമ്പിള്ളേരെന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ വായി നോക്കി. അയ്യോ കാലൻ. എന്താ സാർ? നീ അസൈൻമെൻറ്റ് വെച്ചോ? അസൈൻമെൻറ്റോ? അതേത് അസൈൻമെൻറ്റ്? അളിയ, ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് പപ്സും ലെമും മതി കേട്ടോ. പിന്നെ എന്നും പപ്സും ലെമോ? ഇന്ന് ചായയും പഴംപൊരി മതി. പറ്റില്ല, പപ്സും ലെമും മതി. എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. എന്നാൽ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളു കാര്യം. ഇന്ന് ഞാൻ ജിമിൻ.
യെസ് സാർ. എടോ, തനിക്കൊന്ന് ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എന്നാടോ ഒന്നാമതേ ആണ്ടിൽ സംക്രാന്തിക്കുവാ ക്ലാസ്സിൽ കയറുന്നേ. ഇനി കയറിയാൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക, അതുമില്ല. എടോ താനൊക്കെ എങ്ങനെ ജയിക്കുവാടോ? നീ നാളെ വരുമ്പം ഞാൻ ഇന്ന് പഠിപ്പിച്ചത് മൊത്തം ഒരു അസൈൻമെൻ്റ് ആയിട്ട് എഴുതി എന്നെ കാണിച്ചേച്ച് നീ ക്ലാസ്സിൽ കയറിയാൽ മതി. മനുഷ്യനെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കരുത്. പുല്ലിങ്ങരുത് വിട്ടില്ലായിരുന്നു. അത് പിന്നെ സാർ, ഞാനിനി അസൈൻമെൻ്റൊക്കെ എഴുതി അത് സബ്മിറ്റ് ചെയ്ത് സാർ അതൊക്കെ ചെക്കും ചെയ്തെന്ന് ഓർത്ത് വയ്ക്കുക. സാറിൻ്റെ വിലപ്പെട്ട സമയമല്ലേ ഞാൻ പാഴാക്കുന്നത്. ഞാൻ സാറിനൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എന്നാ ഒരു തങ്കപ്പെട്ട സ്വഭാവമാണ്. ഒരെണ്ണ അങ്ങ് ഞാൻ വെച്ച് തന്നാണ്ടല്ലോ. എടാ, നീ ഈ പെമ്പിള്ളയുടെ പുറകെ നടക്കുന്നതിൻ്റെ പകുതി സമയം മതിയല്ലോ ഇതിന്. നാളെയും കൂടെ ഞാൻ നോക്കും. ഇനി ഇത് നീ വെച്ചില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത ക്ലാസ്സിൽ കയറണോ ഞാനൊന്ന് ആലോചിക്കട്ടെ. വളരെ ഉപകാരം സാർ. എടാ ജിമിനെ, അങ്ങേർക്ക് നിന്നെ ഭയങ്കര കാര്യമാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇയാൾ എൻ്റെ കാലനാന്നാ. ഇയാൾ ജീവിക്കാൻ സമ്മതിക്കുകയില്ല. അത് നാൻസി അല്ലേ പോകുന്നേ? മോളെ നാൻസി. കിട്ടിയോ? ഇല്ല, ചോദിച്ച് മേടിച്ചു. എന്നാ വാ, ഒരു ലയം കുടിക്കാം. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറ. അത് ചങ്കുക്കല്ലേ? അവൻ എങ്ങോട്ടേ പോകുന്ന? ലൈബ്രറിയിലോട്ടോ? എടാ നിങ്ങൾ വെക്കോ, ഞാനിപ്പോൾ വന്നേക്കാം. ഇവനിതെങ്ങോട്ടാ? വാ, വന്നോളാം, നീ വന്നേ, ഞാൻ കുറച്ച് കളക്ഷൻ എടുക്കട്ടെ. ഈ നാറി എനിക്കും കൂടെ തല്ലി മേടിച്ച് തരാനായിട്ട്. അളിയാ, നമ്മളങ്ങനാണോ? ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? നീ ഇങ്ങനാണേ ഇത് അധികം ഒന്നും പോവേല. ഹേയ് ജങ്കുക്ക്. എടോ, താൻ എന്നെ ഇങ്ങനെ ഒന്നും മിണ്ടടോ. താൻ പോയി തൻ്റെ പണി നോക്ക്. ഹോബി, എനിക്ക് 2 പപ്സ് പറഞ്ഞു. ഇവൻ എന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കും. ഡാ, എനിക്കൂടെ. നീ വന്നു. നീ ഇതെവിടെ പോയതാ? അത് ഞാൻ ആ ജങ്കുക്കിനെ കണ്ട്, അപ്പോൾ ഒന്ന് മിണ്ടാന്ന് വെച്ച് പോയതാ. എന്നിട്ട് അവൻ മിണ്ടിയോ? ബെസ്റ്റ്. നിനക്കെന്നതാ അവനോട്? അവനിപ്പം മിണ്ടിയില്ല, ഇപ്പം നിനക്കിപ്പോൾ എന്നാ? അതല്ലടാ, എനിക്കെന്തോ അവനിങ്ങനെ ഒറ്റക്കൊക്കെ നടക്കുന്ന കണ്ടിട്ട് ഒരു ഭാവം തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു കമ്പനി കൊടുക്കാമെന്ന് ഓർത്തതാ. എൻ്റെ പൊന്നത്തെ ഇവിടെ ഉള്ളതിനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഇടയ്ക്ക് നീ പുതിയ ഒരുത്തനെ കൂടെ കൊണ്ടുവരാതെ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അതെ. എന്നാ പപ്പ? ഹൗ വാസ് യുവർ ഡേ? ആസ് യൂഷ്വൽ. ഓക്കെ. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നീ അതെങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ. എന്നാ പപ്പ, പറഞ്ഞോ. ഐ ആം പ്ലാനിങ് ഫോർ എ സെക്കൻഡ് മാരേജ്. വാട്ട്? മമ്മി എന്തൊക്കെയാ പറയുന്നേ? അറിയാം മോനെ, ഇത് നിനക്ക് അത്ര പെട്ടെന്നൊന്നും ഡൈജസ്റ്റ് ആവില്ലെന്ന്. ബട്ട് നീ ആലോചിക്കേ, നിനക്കിഷ്ടമില്ലാത്തതൊന്നും മമ്മി ചെയ്യില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജിമിൻ. എന്നാ? ആരാ? എവിടെന്നാ? നീ എന്നെ ഉറങ്ങുമായിരുന്നോ? അല്ല സർ. എന്നാ പറ, വാട്ട് ഇസ് കൈനമാറ്റിക്സ്? അതിനി എൻ്റെതാണോ? എടാ, ചലനാത്മകത. ആത്മകഥയോ? ആരുടെ? എടാ പൊട്ട, ചലനാത്മകത. ജിമിൻ, ഡു യു നോ ദ ആൻസർ? ഇയാളിതെന്നെ കൊണ്ടേ പോവൂ. എന്നതാണോ വാവൻ പറഞ്ഞത്? സർ, ആരുടെയോ ആത്മകഥയല്ലേ? അതെടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ, നീയൊക്കെ എന്നാത്തിനാ വരുന്നേ? ഗിവ് മി ദ ആൻസർ. സർ, ചലനാത്മകത. അതെന്നാ സാധനം? ഓക്കെ, ഗുഡ്. ജിമിൻ, മീറ്റ് മീ ആഫ്റ്റർ ദ ക്ലാസ്. ഈ കാലനെ കൊണ്ട് ഇയാൾക്ക് എന്നോട് മാത്രം ചൊറിച്ചില്ല. പോകുന്നതിന് മുമ്പ് ഇയാൾക്ക് ഒരു ഇരുട്ടടിയെല്ലാം കൊടുത്തേച്ചാൽ ഞാൻ പോവുള്ളൂ. പാവൻ ചെറുക്കൻ, കണ്ടകശനിയാന്ന് തോന്നുന്നു. അതെങ്ങനെ ഈ കിഴങ്ങിന് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുകയില്ല. ചക്കയെന്ന് പറയുമ്പോൾ മാങ്ങയെന്നാ കേൾക്കുന്നേ. ജിമി, വാ എൻ്റെ കൂടെ. കൊല്ലാനാണോ വളർത്താനാണോ? വാ. വളർത്താൻ? എന്നെയോ? ഇങ്ങോട്ട് വാടാ.
സാർ. ആ, ഇനി പറ, എന്നാ നിൻ്റെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ആണോ? എന്നാ നീ കേട്ടോ. ഇനി ഇനി നീ വല്ല പെമ്പിള്ളയുടെ പുറകെ നടന്നെന്നോ വായി നോക്കിയെന്നോ ഞാൻ കേട്ട കൊല്ലും ഞാൻ. എന്നെ ഇപ്പം നടന്നേ എന്നാണോ വാങ്ങിയത് പറഞ്ഞേച്ചും പോയത്? ജിമിനെ, നീ എന്നാടാ ഈ അന്തം വിട്ട് നിൽക്കുന്നേ? വാ, ഇതെന്നാ നിൻ്റെ ഉള്ള ബോധം കൂടെ പോയോ? അല്ലേലേ ഒരരപ്പിരി ലൂസായിരുന്നു. അരപ്പിരി ലൂസ് നിൻ്റെ അച്ഛന്. ആ, ഇപ്പം കറക്റ്റായി. ഇപ്പോഴാണ് നീ ജിമിനായത്. അല്ല തേന്തിയെ? അവൻ ആ ചങ്കുക്കിൻ്റെ പുറകെ പോയിട്ടുണ്ട്. എന്നാത്തിന്? വാ, എനിക്കറിയാൻ മേല. ഒരുത്തനാണെ പെൺപിള്ളേരുടെ പുറകെ, വേറൊരുത്തനാണെ ആൺപിള്ളേരുടെ പുറകെ. ഓ പിന്നെ എന്ന് പറഞ്ഞാൽ നീ ആരാ? എന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ പെണ്ണുളെൻ്റെ അഹങ്കാരം ഇറക്കല്ലെന്ന്. എനിക്ക് പിന്നെ അതേലും ഉണ്ട്, നിനക്കാരുണ്ട്? ഹോബി. വാ മോനെ, ചേട്ടൻ ജ്യൂസ് മേടിച്ചു തരാം. ആ എന്നാ ഓക്കെ. ശങ്കുക്ക്, ഇതെൻ്റെ കുറച്ച് നോട്ട്സാണ്. താൻ പുതിയതല്ലേ, സോ ഇതൊക്കെ തനിക്ക് യൂസ്ഫുൾ ആകും. പിന്നെ ഇതിൽ ലെക്ചർ നോട്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ തൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ, സാരെല്ലാം പൊക്കോളാം. പപ്പ. എന്നാ മോനെ? പപ്പ എനിക്ക് ഓക്കെയാണ്. എനിക്കൊരു മമ്മിയെ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. സത്യം? മമ്മി, ഞാൻ സഹായിക്കണോ? വേണ്ടടാ, ഇത് കഴിയാറായി. മമ്മി, ഞാനിപ്പോൾ ഇത്രയും വളർന്നില്ലേ, എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട്. സോ മമ്മി ഇനിയൊരു ന്യൂ ലൈഫ് വേണമെങ്കിൽ ഐ എം ടോട്ടലി ഓക്കെ വിത്ത് ദാറ്റ്. മമ്മി ഇത്രയും വർഷം എനിക്ക് വേണ്ടി ജീവിച്ചതല്ലേ, സോ നൗ യു ക്യാൻ ഹാവ് യുവർ ലൈഫ്. ഇറ്റ്സ് യുവർ ചോയ്സ്. ഹോബിയെ, ആ കാണുന്ന കൊച്ച് എങ്ങനെയുണ്ട്? ഞാനൊന്ന് പോയി മുട്ടിയാലോ? ലാസ്റ്റ് ഇതുപോലൊന്ന് മുട്ടാൻ പോയിട്ട് കിട്ടിയത് ഓർമ്മയുണ്ടോ? എന്നാ പിന്നെ വേണ്ടല്ലേ. ശരിയാ, വെറുതെ തടി ഏടാക്കണ്ട. എടാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞോടാ അതിനകത്ത് നീ മുഖവരെയൊക്കെ. എടാ പപ്പ അതൊരു സെക്കൻഡ് മാരേജ് ചെയ്യാൻ പോവാ. ഈ പ്രായത്തിലോ? ജിമിനെ ചുമ്മാ ഇരി. ഞാൻ നോക്കിയിട്ട് അതൊരു നല്ല കാര്യം. അവർക്കും ആഗ്രഹം കാണില്ലോ ലൈഫൊക്കെ. എന്നിട്ട് നീ എന്നാ പറഞ്ഞു? ഞാൻ ഓക്കെ പറഞ്ഞു. അത് അവരുടെ ലൈഫല്ലേ. അത് ശരിയാ. ചങ്കൊക്കല്ലത്. ഏടാ ഞാനിപ്പോൾ വരാവേ. ആണ്ടെ പിന്നെ പോന്നു എൻ്റെ പുറകെ. ഇവൻ എന്നതാണോ? ഇവൻ ഏത് നേരം ഇതിനകത്താണല്ലോ. ഇവൻ എന്നെ ലൈബ്രറിയിലാണോ പെറ്റിട്ടെ? ചങ്കൊക്കെ മാറി നിൽക്കി. Oh no, I'm sorry. അത് ചങ്കുക്കല്ലേ? ഇവൻ ഓ ഗോഡ്, ഇവനിപ്പോൾ പപ്പയുടെ മോനായിരുന്നോ? ഓ ഷിറ്റ്. എനിക്കെന്നെ അവനെൻ്റെ ബ്രദറാണെന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷമില്ലാഞ്ഞേ. എന്തോ എനിക്കവനെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന്. സോ നൗ ഹീസ് മൈ സ്റ്റെപ്പ് ബ്രദർ. ബട്ട് എനിക്കവനെങ്ങനെ കാണാൻ പറ്റില്ല. ബിക്കോസ് ഐ ലവ് ഹിം. ഇവൻ വന്നപ്പോൾ തൊട്ട് ഇരിപ്പിരിക്കാൻ തുടങ്ങിയതാണല്ലോ. അതെ, എന്നാടാ എന്നേലുണ്ട് ഞങ്ങളോട് പറ. ഹേയ് ഒന്നുമില്ലടാ. എടാ ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. നീ വാടാ ഇരിക്കുക. തേക്ക് എന്ത് പറ്റി? എന്ത് പന്നടാവേ എനിക്കറിയാൻ മേല. വന്ന് കയറിയപ്പോൾ തൊട്ടുള്ള ഇരിപ്പ. ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ല, തുള്ളിച്ചാട് നടന്ന ചെറുക്കനാ. ഞാനിപ്പോൾ വരാം.
ടേ ആ നീയോ? എന്താ നിനക്കെന്നാ പറ്റി? എനിക്കെന്നാ പറ്റാൻ ഒന്നുമില്ലല്ലോ. അത് മുഖത്ത് നോക്കി പറയടാ. ജങ്കുക്ക്, നീ എന്നെ ചെയ്യുന്ന വിട്ടേ. ഓക്കെ, നിനക്ക് നിൻ്റെ സ്റ്റെപ്പ് ബ്രദറിനോടൊന്നും സംസാരിക്കാനില്ലേ? ഇന്നലെ നീ എന്നെ പള്ളിപ്പറമ്പ് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചില്ലല്ലോ. അത് ഞാൻ പറ. അത് ഞാൻ നിന്നെ അവിടെ വെച്ച് പെട്ടെന്ന് കണ്ടപ്പം എനിക്ക് എന്നെ നിന്നോട് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പോകുക. ഓ ഷിറ്റ്. അടുത്ത ആരുടെ ആവറാടാ? ഒരു ബുക്ക് പോലും എടുക്കാതെ വന്ന് എന്നോട് തന്നെ ഇത് ചോദിക്കണം. എന്നാണേലും ആ കാലമാടൻ്റെ അവറല്ല, എനിക്കത് മതി. ഓ ഇങ്ങനൊരു പൊട്ടൻ. ചുമ്മാ അല്ല അങ്ങേരെ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഓരോ താങ്ങ് വെച്ചേരുന്നത്. എടാ, അങ്ങേർക്ക് ആ സമാധാനമായിട്ട് ജീവിക്കുന്നത് പിടിക്കുന്നില്ലടാ. ക്ലാസ്സിൽ വരുന്ന തന്നെ എന്നെ രണ്ട് പറയാൻ. ഇല്ല, അങ്ങേർക്ക് ഓർക്കാൻ വരികയില്ല. സ്നേഹം കൊണ്ടാ മണ്ണാൻ കേട്ട. ജിമിൻ തേ വന്നില്ലേ? അവനോ? ആ തേ വന്നല്ലോ. നീ എന്നാടക്ക് വരുന്നടാ ഇത്രയും നേരം? ജിമിനെ, നീ ഇപ്പുറത്തിരുന്നേ. ഓക്കെ. ഇവനെന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തേ? ഇനി ഇവനെന്നോട് എന്തെങ്കിലും ഉണ്ടോ? അതങ്ങനെ ഒന്ന് അടുത്ത് കിട്ടിയാലല്ലേ ചോദിക്കാൻ പറ്റൂ. ഞാനെന്തിനാ അവനെ ഇങ്ങനെ അവോയ്ഡ് ആക്കുന്നേ? അവൻ എന്ത് ചെയ്തിട്ടാ? ബട്ട് എനിക്കെന്തോ ഒരു സ്ട്രേഞ്ച് ഫീൽ. അവനടുത്ത് വരുമ്പോൾ ഒക്കെ എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടുക. എന്തിന്? ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല. ഈസ് ദിസ് ലവ്? ടു ഐ ലവ് ഹിം? നോ, ഞാനങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഹീസ് മൈ സ്റ്റെപ്പ് ബ്രദർ. എടാ ഹോബി, തേ എന്ന് വന്നില്ലേ? ഇല്ലടാ, അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവനങ്ങനെ വരാതിരിക്കുന്നേ അല്ലല്ലോ. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അത് ഞാനും കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. ആ ജങ്കുക്കും വന്നില്ലല്ലോ. എടാ, നമുക്കിന്ന് അവൻ്റെ വീട്ടിൽ പോവാം. എന്നാ സംഭവം ഒന്നും അറിയണമല്ലോ. ആടാ. പിന്നെ അളിയാ, ഇന്ന് ക്ലാസ്സിൽ കയറണോ? തേജറക്ക, ഇപ്പം നിന്റെ കാലമാടൻ്റെ ക്ലാസ്സാ. കയറിയില്ലേ അങ്ങേര് നിന്നെ വെച്ചേക്കത്തില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ എന്നെ ഒന്നും പറയുകയില്ല. ഓ പിന്നെ, അങ്ങേര് എന്നെ പിടിച്ച് മൂക്കി കയറ്റുമോ? അങ്ങേര് വല്ലതും ചെയ്താൽ നിന്ന് കൊണ്ടോണം. ഞാനൊന്നും കൂടെ നിൽക്കുകയില്ല കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. തെണ്ടി, നീ അത് വിടുന്നുണ്ടോ? അപ്പം നമുക്ക് കളക്ഷൻ എടുക്കാൻ പോവാം. ജിമിനെ, എന്ന് നീ വായനോട്ടം നടത്തുന്നോ അന്ന് നീ രക്ഷപ്പെടും. അതങ്ങനെ പെട്ടെന്ന് നിർത്താനൊന്നും പറ്റൂല. അതെ, വല്ല വെമ്പിള്ളയുടെ കയ്യിൽ നിന്നോ ആങ്ങളമ്മയുടെ കയ്യിൽ നിന്നോ കിട്ടുമ്പോൾ പഠിക്കും. അളിയാ. ജിമിനവിടെ നിന്നേ. നല്ല പരിചയമുള്ള വൃത്തികെട്ട ശബ്ദം. ഒരു കാലന്. അല്ല സാർ, ഹോബി ബുക്കോ? ഓക്കെ സാർ. പോവല്ലേടാ തിണ്ടി. തന്നെ നിന്ന് കൊണ്ടോന്നോടെ അപ്പോഴേ ഞാൻ പറഞ്ഞതാ. നീ എന്നാണ് എൻ്റെ ക്ലാസ്സിൽ കയറാഞ്ഞേ? അത് പിന്നെ സാർ, അയ്യോ ഈ കാലമാനോട് ഞാനിനി എന്നാ പറയും? അതെനിക്ക് ഛർദിലായിരുന്നു. അതിന് നീ എന്നാ ഗർഭിണിയോ? ഓ പിന്നെ, എന്നാ ഗർഭിണികൾക്ക് മാത്രമേ ഛർദ്ദിക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണോ വായനോട്ടം നിർത്തിക്കോണമെന്ന്? എന്നിട്ട് നീ നിർത്തിയോ? അത് പിന്നെ സാർ പെട്ടെന്ന് ശീലങ്ങളൊക്കെ മാറ്റാൻ പറഞ്ഞാൽ. ഓക്കെ, പറഞ്ഞ അനുസരിക്കാത്ത സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു പണിഷ്മെൻറ്റ് തരാം. ഇമ്പോസിഷൻ ഒഴിച്ച് വേറെ എന്ത് വെള്ളം തന്നോ സാർ? വീട്ടിൽ പോയിട്ട് ഡോറാബുജി കാണാനുള്ളതാ. ഇമ്പോസിഷൻ തന്നെ അത് കാണാൻ പറ്റൂല. ബെസ്റ്റ്. എൻ്റെ പൊന്ന് കർത്താവ്, എനിക്ക് നേരത്ത് അതൊന്നുമല്ല. പിന്നെ അല്ല സാർ, അതിന് അടുത്ത് വരും. ആരെല്ലാം കണ്ട തെറ്റായിരിക്കും. ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. Sir, Jimin, I have to do this. Sir. ഇനി ആരെയും നീ നോക്കിയ നിന്നെ കണ്ണേ കുത്തി പൊട്ടിക്കും. ഇപ്പം നടന്നത് എപ്പോഴും നിൻ്റെ ഓർമ്മയിലുണ്ടാവണം. ഇയാൾക്കെന്നാ ഭ്രാന്തോ? എടാ ജിമിനെ, അങ്ങനെ പോയോ? എടാ ജിമിനെ, ഇതിന് ഇവൻ്റെ കിളി അടിച്ചു പോയോ? എടാ ജിമിനെ. എന്നാ? ആരാ? നിന്നെ തന്ത എന്നെ നടാൻ നട്ടുപോയ പോലെ നിൽക്കുന്നേ. നീ എന്നെ എന്നോട് ചോദിച്ചേ? എടാ അങ്ങേര് പോയോന്ന്. അങ്ങേര് എന്നെ നിന്നോട് പറഞ്ഞേ? എടാ അങ്ങേർക്ക് ഭ്രാന്താടാ. സാറിൻ്റെ തെറിയായിട്ടുള്ളതും കൂടെ അടിച്ചു പോയോ? എടാ നീ ഇതെങ്ങോട്ടാ? ക്ലാസ്സൊക്കെ കഴിഞ്ഞ്. കഴിഞ്ഞോ? അപ്പോൾ ബാഗൊക്കെ എടുക്കണ്ടേ? അതിന് നീ എന്നാ ബാഗൊക്കെ ആയിട്ട് വന്നിട്ടുള്ളേ? അത് ശരിയല്ലേ. എന്നാ വാ നമുക്ക് പോയേക്കാം. എടാ ക്ലാപ്പ്, അവൻ്റെ വീട്ടിൽ പോകണ്ടേ?
ആ പിന്നെ വേണം വേണം. ആ എന്നാ മര്യാദയ്ക്ക് കയറ്. ആൻറ്റി തേയില്ല കത്ത്, ഞങ്ങൾ അവൻ്റെ ഫ്രണ്ട്സാ. ആണോ? ബാ കയറി വാ. അവൻ ഇന്നലെ കോളേജിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് മുറി അടച്ചിരിക്കാൻ തുടങ്ങിയതാ. വിളിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. എന്നാൽ പിന്നെ ആൻറ്റി ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. എന്നാലും മുറി അടച്ചൊക്കെ ഇരിക്കാനും മാത്രം എന്നാ പറ്റുമോ? എടാ അത് ചങ്കൊക്കല്ലേടാ. എവിടെ? ആ ശരിയാണല്ലോ. നിങ്ങൾ എന്നെ ഇവിടെ? നീ എന്നെ ഇവിടെ? നിങ്ങൾ താഴെ കണ്ടത് എൻ്റെ മമ്മിയാ. ഓ അപ്പം നിങ്ങൾ ബ്രദേഴ്സ് ആയിരുന്നോ? അവൻ്റെ റൂം എവിടെയാ? ദേ ആ കാണുന്നത് തന്നെയാ. ഇവൻ ഈ വാതിലൊക്കെ അടച്ചിട്ടിട്ട് എന്നാ പരിപാടി? തേ വാതിൽ തുറന്നേ, ഞങ്ങളാ. എടാ തേ നിന്റെ ഹോബിച്ചനാടാ, വാതിൽ തുറക്ക്. ഓ ഇയാളിത് കുളവാക്കുവോ? ജിമിൻ, ഹോബി, നിങ്ങളെന്നെ ഇവിടെ? നിന്നെ കാണാത്തോണ്ട് നീ എന്നെ ഇന്ന് കോളേജിൽ വരാഞ്ഞേ? എടാ അതെനിക്ക് മേലായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞേ. എന്നാ മേലാഴികയായിരുന്നല്ലോ, നീ വരുന്നായിരുന്നല്ലോ, ഇപ്പം എന്നാ പറ്റി? എടാ എനിക്ക് ശരിക്കും മേലാതെ നോക്കുതേ, നീ വേണം നോക്കുതേ, എനിക്ക് പനിയാ. ആടെ ടെമ്പറേച്ചർ ഉണ്ട്. എടാ എന്നാ പിന്നെ ഹോസ്പിറ്റലിലൊന്ന് കാണിക്കാൻ മേലായിരുന്നോ? ഓ പിന്നെ ഈ നിസ്സാര കാര്യത്തിനോ? എടാ എന്നാ പിന്നെ ഞങ്ങൾ എന്നാ പോയി മരുന്ന് മേടിച്ചു വരാം. എടാ വേണ്ടടാ, ഇപ്പം തന്നെ രാത്രിയാവുന്നു. നിങ്ങൾ വീട്ടിൽ പൊക്കോ, നിങ്ങളുടെ വീട്ടിലൊക്കെ അന്വേഷിക്കത്തില്ലേ? ഞാൻ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് വന്നേക്കാം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. എന്നേലും ഉണ്ടേ വിളിക്ക്. ആടാ ഞാൻ വിളിക്കാം. എടാ എന്നേലും ആവശ്യം വന്നാൽ വിളിക്കണം കേട്ടോ? ആടാ ഞാൻ വിളിച്ചോളാം. ബൈ. തേ നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതാ ഫുഡ്. പിന്നെ ഇതിൽ ടാബ്ലറ്റ്സ് ഉണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇതിൽ ഒരെണ്ണെടുത്ത് കഴിക്കണം. ഓക്കെ. ചങ്കുക്ക്. ആ പപ്പ, നീ എന്നെ എടുക്കുമായിരുന്നു? ഹേയ് ഞാൻ വെറുതെ ഫോൺ നോക്കി ഇരിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ എന്നാ പറയാമെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് തറവാട് വരെ പോയേച്ച് വരാം. അവിടെ പോയേച്ച് വരുമ്പോഴത്തേക്കും 2 ദിവസം പിടിക്കും. എന്നാണെങ്കിലും പോവാതിരിക്കാൻ പറ്റിയല്ല. അത്രേ ഉള്ളൂ. അതിനെന്നാ പപ്പ, നിങ്ങൾ പോയിട്ട് വാ. പിന്നത്തെ അവനെ ഞാൻ നോക്കിക്കോളാം. എന്നാൽ പിന്നെ നീ അവനോട് പറഞ്ഞുതരും, ഞങ്ങൾ ഇറങ്ങിയേക്കുക. ഓക്കെ പപ്പ, ബൈ. അവനിപ്പം എന്നാടുക്കുമായിരിക്കും? പോയി നോക്കണോ? എന്നാ പറ്റി? ഞാനിന്നിവിടെ കിടന്നോട്ടെ? വൈ നോട്ട്? നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? അത് ഐ ഡോണ്ട് നോ. എനിക്ക് നിന്നെ സ്റ്റെപ്പ് ബ്രദറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈസ് ദാറ്റ് ബിക്കോസ് യു ലവ് മീ? വാട്ട് അബൌട്ട് യു? ഐ ഡു ലവ് യു ടു ദ വെരി ഫസ്റ്റ് മൊമെൻ്റ് ഐ സോ യു. നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്തത് അതുകൊണ്ടായിരുന്നു. ഐ വാസ് കൺഫ്യൂസ്ഡ്. ഇതുവരെ ആരോടും തോന്നാത്തൊന്നും നിന്നോട് തോന്നിയപ്പം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് നൗ ഐ നോ ഐ ലവ് യു. ബട്ട് ഡു ലവ് മീ ബാക്ക് കുക്കി? Be mine, only mine.
ഗുഡ് മോർണിംഗ് ബേബ്. ഗുഡ് മോർണിംഗ്. കുക്കി, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ? സംഹൗ വി ആർ സ്റ്റെപ്പ് ബ്രദേഴ്സ്. വി ആർ നോട്ട് ബ്ലഡ് റിലേറ്റഡ്. ആൻഡ് നമ്മുടെ പേരൻസിന് നമ്മളെ മനസ്സിലാവും. ഐ ഹോപ്പ്. എൻ്റെ ഹോബി, നീ ഈ കിണി തുടങ്ങിയിട്ട് കുറെ നേരമായാലും നീ കാര്യം പറയുന്നുണ്ടോ? എടാ അതുണ്ടല്ലോ, അവൾ ഇന്ന് എന്നെ കാണാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഓ ചുമ്മാതല്ല, വന്നപ്പോ തൊട്ടൊരിളക്കം. എടാ ആണ്ട അവന്മാരിരുന്ന്. ആഹാ വന്നോ ജിമിൻ? സർ കം വിത്ത് മീ. ഇതെന്നാ സംഭവം? എടാ ജിമിൻ അങ്ങോട്ട് പോയതാ? വാ, സാർ ഇപ്പൊ അവനെ വന്ന് വിളിച്ചോണ്ട് പോയതേ ഉള്ളൂ. എന്താ സാർ ഇത്? നിനക്കെന്നെ എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്ത? അങ്ങനൊന്നുമില്ല. ഇല്ലേ സാർ? സാർ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെ അടുത്തോട്ട് വരുന്നത്? ബിക്കോസ് ഐ ലവ് യു. വാട്ട്? യെസ്. നീ ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട, ആലോചിച്ചിട്ട് മതി. യു വിൽ ബി മൈൻ എനിവേസ്. ജിമിനെ, എന്നാടാ സാറ് പറഞ്ഞേ? ഓ അതൊന്നുമില്ലടാ. ഹോബി, നിന്റെ ആള് വന്നോ? അവൾ എത്തിയെന്നാടാ പറഞ്ഞത്. അതെ വന്നല്ലോ. ഹായ് ഗായ്സ്. ഹായ്, ഞാൻ ജിമിൻ. എനിക്കെല്ലാവരും അറിയാം, ഇവൻ പറഞ്ഞിട്ടുണ്ട്. ആഹാ, അത് കൊള്ളാലോ. എടാ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ. അങ്ങനെ അവൻ്റെ കാര്യം കഴിഞ്ഞു. അതെ, നീ ഇങ്ങനെ നിന്നോ. പോവാം. ഓക്കെ വാ ജിമിനെ, ഞങ്ങളെന്നാ ഇറങ്ങുക. ആടാ ഓക്കെ. സാർ ഈ അഗരൻ. നീ ആയിരുന്നോ ബേബി? ഇത്ര പെട്ടെന്ന് ആലോചിച്ചോ? ആദ്യമായിട്ടാ ഇങ്ങേരനോട് ഇങ്ങനെ ചിരിച്ചൊക്കെ സംസാരിക്കുന്നത്. കള്ളപ്പൂച്ച. ഐ തിങ്ക് യു തിങ്ക് ഐ എം falling for you. I probably guessed it, babe. ഞാനോ? നീ പറ, എനിക്ക് പേടിയാ. പപ്പ മമ്മി എന്നാ രണ്ടും അവിടെ നിന്ന് താളം ചവിട്ടുന്ന കാര്യം പറ. അത് പിന്നെ വി ആർ ഇൻ എ റിലേഷൻഷിപ്പ്. വാട്ട്? മമ്മി പ്ലീസ്, എനിക്ക് ഇവനില്ലാതെ പറ്റില്ല. ആർ യു ഷുവർ? ഐ എം ഡാം ഷുവർ അബൌട്ട് ഹിം പപ്പ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കെതിരായിട്ട് എന്തായാലും ഞങ്ങൾ നിൽക്കില്ല. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്.